ചോറ്റാനിക്കര നമ്മൾ ആ പേര് കേൾക്കുമ്പം തന്നെ പിന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ചോറ്റാനിക്കര അമ്മയാണ്. ദേവിയെ പ്രാർത്ഥിക്കാനായിട്ട് ദൂരദേശത്തു നിന്ന് പോലുമാണ് ഇവിടെ ആൾക്കാർ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ചോറ്റാനിക്കര അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അതിൻ്റെ എല്ലാ ഫലങ്ങളും ചോറ്റാനിക്കര അമ്മ കൊടുക്കുന്നു. അതുകൊണ്ട് ചോറ്റാനിക്കര അമ്മയെ കാണാനായിട്ട് എവിടെ നിന്നൊക്കെയോ ആൾക്കാർ വരുന്നു അല്ലേ. ആ ഒരു അമ്പലത്തിൻ്റെ അവിടെ എത്തിച്ചേരുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യം തന്നെയാണ്. അമ്മേ എന്നുള്ള വിളി അവിടെ ചെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കുക തന്നെ ചെയ്യും. അതിനൊന്നൊരു മാറ്റവും ഇല്ല. ആ വിളിക്കുന്നവർക്ക് അതിൻ്റെ അനുഭവം ദേവി ഉടൻ തന്നെ കൊടുക്കും. സന്ധ്യാസമയം വിളക്കൊക്കെ കത്തിച്ച് ആൾക്കാരൊക്കെ ദേവിയെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ചോറ്റാനിക്കര അമ്മയെ നമുക്ക് എത്ര പ്രാർത്ഥിച്ചാലും മതിയാകത്തുമില്ല അല്ലേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഈ പൂക്കളൊക്കെ അവിടെ അമ്പലത്തിലേക്ക് കൊടുക്കാനായിട്ട് അവിടെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ആൾക്കാരൊക്കെ വാങ്ങിക്കൊണ്ട് ഉള്ളിലേക്ക് പോകുന്നുമുണ്ട്. എന്ത് ഭക്തി ഉള്ളൊരു സ്ഥലമാണെന്നല്ലേ ചോറ്റാനിക്കര. അവിടെ നിന്നിട്ട് പോരാനേ തോന്നത്തില്ല. അതുപോലെ ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്.